ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഗുജറാത്തിലെത്തും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സപ്ലൈകോ ഓണച്ചന്തകൾക്ക് നാളെ തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമന സംവരണം ഉറപ്പാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ സമിതികൾ രൂപീകരിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാന സാക്ഷരതാ മിഷൻ തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിനായി നടപ്പിലാക്കുന്ന സ്മാർട്ട് പദ്ധതി നാളെ വയനാട് കണിയാമ്പറ്റയിൽ മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്യും. യുഎസ് ഓപ്പൺ ടെന്നീസിന്റെ 145ാം പതിപ്പിന് ഇന്ന് ന്യൂയോർക്കിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഗുജറാത്തിലെത്തും. അഹമ്മദാബാദിൽ 5400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ഹൻസൽപൂരിലെ ഹൈബ്രിഡ് ബാറ്ററി ഇലക്ട്രോഡുകളുടെ പ്രാദേശിക ഉൽപാദന കേന്ദ്രവും 100 രാജ്യങ്ങളിലേക്കുള്ള ബാറ്ററി ഇലക്ട്രിക് വാഹന കയറ്റുമതിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 1400 കോടി രൂപയിലധികം ചിലവ് വരുന്ന ഒന്നിലധികം റെയിൽവേ പദ്ധതികളും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. സപ്ലൈകോ ഓണം ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്. ഓണത്തിനായി 2.5 ലക്ഷത്തോളം ക്വിന്റൽ ഭക്ഷ്യധാന്യങ്ങൾ സപ്ലൈകോ സംഭരിച്ചിട്ടുണ്ട്. ഓണക്കാലത്ത് സബ്സിഡി അരിക്ക് പുറമെ കാർഡ് ഒന്നിന് 20 കിലോ പച്ചരിയോ പുഴുക്കലരിയോ 25 രൂപ നിരക്കിൽ പ്രത്യേകമായി ലഭ്യമാക്കും. സബ്സിഡി നിരക്കിൽ നൽകുന്ന മുളകിന്റെ അളവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 250ലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകളും വിലക്കുറവും നൽകും. വിവിധ ജില്ലാതല ഫെയറുകൾക്കും നാളെ തുടക്കമാകും. സെപ്റ്റംബർ 4 വരെയാണ് ജില്ലകളിലെ ഫെയറുകൾ. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഈ മാസം 31 മുതൽ അടുത്ത മാസം 4 വരെ പ്രധാന ഔട്ട്ലെറ്റിനോടനുബന്ധിച്ച് ഫെയറുകൾ സംഘടിപ്പിക്കും. സഞ്ചരിക്കുന്ന ഓണച്ചന്തകളും സപ്ലൈകോ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിനായി സ്മാർട്ട് എന്ന പേരിൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ പുതിയ പദ്ധതി നടപ്പിലാക്കും. വയനാട് ജില്ലയിലാണ് പദ്ധതി ആദ്യം നടപ്പാക്കുന്നത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കണിയാമ്പറ്റ ജില്ലാ പഞ്ചായത്ത് പരിശീലന കേന്ദ്രത്തിൽ നാളെ മന്ത്രി ഒ ആർ കേളു നിർവഹിക്കും. തുല്യതാ പഠിതാക്കൾക്ക് ഓഫീസ് മാനേജ്മെന്റ്, കമ്പ്യൂട്ടർ എന്നിവയിൽ പ്രാവീണ്യം നേടി തൊഴിൽ നേടാൻ പര്യാപ്തമാക്കുന്ന 6 മാസം ദൈർഘ്യമുള്ള കോഴ്സുകളാണ് ആരംഭിക്കുന്നത്. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമന സംവരണം ഉറപ്പാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ സംസ്ഥാനതല ജില്ലാതല സമിതികൾ രൂപീകരിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. നാളെ മുതൽ സമിതികളുടെ പ്രവർത്തനം ആരംഭിക്കും. 1 മാസത്തിനുള്ളിൽ നിയമന നടപടികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഭിന്നശേഷി നിയമനം പൂർത്തിയാക്കിയ ശേഷം താൽക്കാലികമായി നിയമനം ലഭിച്ച മറ്റ് അധ്യാപക, അനധ്യാപക ജീവനക്കാരുടെ നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. രാജ്യത്താദ്യമായി അനിമേഷൻ, വിഷ്വൽ ഇഫക്ട്സ്, ഗെയിമിംഗ്, കോമിക്സ് സാങ്കേതിക വിദ്യകൾ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരളം. കൈറ്റ് തയ്യാറാക്കിയ പുതുക്കിയ ഐസിടി പാഠപുസ്തകങ്ങളിലാണ് AVGC ഉള്ളടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾ സാങ്കേതിക ശേഷികൾ ആർജിക്കാനും വിവിധ വിഷയങ്ങൾ സുഗമമായി മനസ്സിലാക്കാനും തൊഴിൽ നൈപുണ്യം വികസിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് പുതിയ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് കൈറ്റ് വ്യക്തമാക്കി. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി വിജ്ഞാന ആലപ്പുഴ സ്കില്ലിംഗ് ഇനിഷ്യേറ്റീവ് പരിപാടി മന്ത്രി സജി ചെറിയാൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ SD കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ H സലാം MLA അധ്യക്ഷനാകും. വിവിധ കോളേജുകളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഗ്രൂപ്പ് ചർച്ചകളും വിഷയാവതരണങ്ങളും സംഘടിപ്പിക്കും. പാലക്കാട് ജില്ലയിലെ കുത്തന്നൂർ ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ എന്നിവയ്ക്കായി നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം മന്ത്രി MB രാജേഷ് നിർവഹിക്കും. 55 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പരിപാടിയിൽ PP സുമോദ് MLA അധ്യക്ഷനാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. യുഎസ് ഓപ്പൺ ടെന്നീസിന്റെ 145ാം പതിപ്പിന് ഇന്ന് ന്യൂയോർക്കിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം രാത്രി 8:30 ആദ്യ റൌണ്ട് മത്സരങ്ങൾ ആരംഭിക്കും.
കസാഖിസ്ഥാനിലെ ഷിംകെന്റിൽ നടക്കുന്ന 16ാമത് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ഇനത്തിൽ ഇന്ത്യയുടെ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമറിന് സ്വർണ്ണ മെഡൽ. 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ടീം ഇനത്തിൽ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, ചെയിൻ സിംഗ്, അഖിൽ ഷിയോറൻ എന്നിവരുടെ സംഘം വെള്ളി മെഡൽ നേടി. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്നത്തെ മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിന് വിജയം. രണ്ടാം മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കൊല്ലം സെയിലേഴ്സിനെ നേരിടും. മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായി സ്കൂൾ കുട്ടികൾക്കായി സംഘടിപ്പിച്ച നിറച്ചാർത്ത് ചിത്രരചനാ മത്സരം ആലപ്പുഴ സെന്റ് ജോസഫ്സ് ഗേൾസ് സ്കൂളിൽ നടന്നു. പി ചിത്തരഞ്ജൻ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. പുന്നമട കായലിൽ ഈ മാസം 30-നാണ് നെഹ്റു ട്രോഫി വള്ളംകളി. നെഹ്റു ട്രോഫി വിജയിയെ പ്രവചിക്കാനുള്ള മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട്. കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജിലെ സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ അടച്ചിട്ടിരുന്ന ഒരു ഭാഗം പ്രവർത്തനം പുനരാരംഭിച്ചു. എംആർഐ റൂമിൽ പുക ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ മെയ് മുതലാണ് ബ്ലോക്കിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നത്. സമഗ്ര പരിശോധനയ്ക്ക് ശേഷമാണ് ബ്ലോക്ക് വീണ്ടും തുറന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പ്രവർത്തനം പുനരാരംഭിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗവും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, പൊതുമരാമത്ത് വിഭാഗം എന്നിവർ ചേർന്ന സമിതി സുരക്ഷിതത്വം ഉറപ്പാക്കി റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു. അത്യാഹിത വിഭാഗം പുതിയ ബ്ലോക്കിലേക്ക് മാറി. സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ഗ്രൌണ്ട്, ഫ്ലോർ, 1ാം നില എന്നിവയാണ് ഇന്ന് തുറന്നത്. എംആർഐ, സിടി, മറ്റ് സേവനങ്ങളും ഇനി മുതൽ ഈ ബ്ലോക്കിൽ ലഭ്യമാകും. ബുധനാഴ്ച 2, 3, 4 നിലകളിലെ വാർഡുകളും ന്യൂറോ സർജറി, തീവ്രപരിചരണ വിഭാഗവും തുറക്കും. സംസ്ഥാനത്ത് സപ്ലൈകോ വഴി നടപ്പാക്കുന്ന നെല്ല് സംഭരണ പദ്ധതിയുടെ നടപ്പ് വർഷത്തെ 1ാം വിള സീസണിലെ ഓൺലൈൻ കർഷക രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും. വിശദാംശങ്ങൾക്കും കർഷക രജിസ്ട്രേഷനുമായി supplyco.paddy.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് എന്നറിയപ്പെടുന്ന പാരച്യൂട്ടിന്റെ പ്രവർത്തന പരീക്ഷണം ഇന്ന് നടന്നു. ISRO, വ്യോമസേന, നാവികസേന എന്നിവയുടെ നേതൃത്വത്തിൽ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലായിരുന്നു പരീക്ഷണം. ബഹിരാകാശ യാത്രികരെ ഭൂമിയിലേക്ക് തിരികെ എത്തിക്കുന്നതിനുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ നിർണായക പരീക്ഷണമാണ് നടന്നത്. കേരളത്തിലെ മികച്ച കലാലയ മാഗസിനുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫിയും പുരസ്കാരവും നാളെ സമ്മാനിക്കും. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പ്രസിദ്ധീകരിച്ച തുരുത്ത് എന്ന മാഗസീനാണ് 2023-24 വർഷത്തിലെ മുഖ്യമന്ത്രിയുടെ ട്രോഫിയും 25,000 രൂപയും അടങ്ങുന്ന 1ാം സമ്മാനത്തിന് അർഹമായത്. വിക്ടോറിയ കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി MB രാജേഷ് പുരസ്കാരം വിതരണം ചെയ്യും. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. ഇവിടങ്ങളിലെ ജലസ്രോതസ്സുകളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു. പരിശോധനാ ഫലം ലഭിച്ചാലേ രോഗ ഉറവിടം സംബന്ധിച്ച് സ്ഥിരീകരിക്കാനാകൂ. നിലവിൽ 7 പേരാണ് രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. ഓപ്പറേഷൻ ബി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 120 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. 121 പേർ അറസ്റ്റിലായി. കുട്ടനാട്ടിലെ കർഷകർ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി മത്സ്യകൃഷിയുടെ സാധ്യതകൾ പഠിക്കുന്നതിന് കേന്ദ്ര ഫിഷറീസ് വിദഗ്ധ സംഘം ആലപ്പുഴ ജില്ലയിലെ കാർഷിക മേഖലകൾ സന്ദർശിച്ചു. രാമങ്കരിയിൽ മത്സ്യകൃഷി നടത്തുന്ന 900 പാടശേഖരമാണ് സംഘം ആദ്യം സന്ദർശിച്ചത്. സമുദ്രമേഖലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക, പാരിസ്ഥിതിക വിഷയങ്ങളിൽ സമഗ്ര വിവരശേഖരണത്തിന് കേന്ദ്ര സ്ഥിതിവിവര കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയം നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ഈ മാസം 29-ന് എറണാകുളത്ത് സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ മന്ത്രാലയ സെക്രട്ടറി സൌരഭ് ഗാർഗ്, ചീഫ് സെക്രട്ടറി ജയതിലക് തുടങ്ങിയവർ സംസാരിക്കും. 9 തീരദേശ സംസ്ഥാനങ്ങൾ, 4 കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള 70 പ്രതിനിധികളും വിദഗ്ധരും ഉൾപ്പെടെ 100ഓളം പേർ ശില്പശാലയിൽ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഗുജറാത്തിലെത്തും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സപ്ലൈകോ ഓണച്ചന്തകൾക്ക് നാളെ തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമന സംവരണം ഉറപ്പാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ സമിതികൾ രൂപീകരിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാന സാക്ഷരതാ മിഷൻ തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിനായി നടപ്പാക്കുന്ന സ്മാർട്ട് പദ്ധതി നാളെ വയനാട് കണിയാമ്പറ്റയിൽ മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്യും. US ഓപ്പൺ ടെന്നീസിന്റെ 145-ാം പതിപ്പിന് ഇന്ന് ന്യൂയോർക്കിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി